അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവൻ വരില്ല, അതെനിക്കുറപ്പാണ്. ചുമ്മാ ആവശ്യമില്ലാത്ത പ്രതീക്ഷ വേണ്ട. ഞാനും മക്കളും ഉച്ച കഴിഞ്ഞെത്തും. ഈ ഓണം നമുക്ക് എന്നിട്ട് ആഘോഷിക്കാം. ഫോണിലൂടെ രേഷ്മ പറഞ്ഞത് കേട്ട് അല്പം നീരസം തോന്നാതിരുന്നില്ല ഗീതയ്ക്ക്. രേഷ്മേ, നിന്നെപ്പോലെ തന്നെ ഞാൻ പെറ്റത് ജിതിനെയും. എത്രയൊക്കെ പിണക്കമുണ്ടായാലും ഇന്നത്തെ ദിവസം അവൻ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ നീ നോക്കിക്കോ. ആ വാക്കുകൾ രേഷ്മയ്ക്കും ഇഷ്ടമായില്ല. അമ്മ എന്തറിഞ്ഞിട്ടായി പറയുന്നേ? തൊലിവെളുപ്പുള്ള പെണ്ണിൻ്റെ മണം കിട്ടി പോയേ പിന്നെ അവൻ അവളുടെ സാരി തുമ്പിലാണ്. ഇപ്പോൾ അമ്മയും സഹോദരിയും എന്ന ഫീലിങ്സ് ഒന്നും ഇല്ല അവന്. ഒക്കെ അവൾ പറയുന്നത് പോലെയാണ്. എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അല്ലെങ്കിലും പണ്ട് തൊട്ടേ പുന്നാര മോനെ പറയുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് കാണാം. അത്രയും പറഞ്ഞ് രേഷ്മ കോൾ കട്ട് ചെയ്യുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നോവ് തോന്നി ഗീതയ്ക്ക്. ഏറെക്കുറെ അവൾ പറയുന്നതും സത്യമാണ്. വിരോധവും വാശിക്കുമൊക്കെ ഒടുവിൽ ആളും അനക്കവും ഒന്നുമില്ലാതെ ഏകയായ ഒരു ഓണം. നിരാശയോടെ അവർ പതിയെ മുറിയിലേക്ക് ചെന്ന് ബെഡിൽ കിടന്നു. മനസ്സിലൂടെ ഓർമ്മകൾ പലതും മിന്നിമാഞ്ഞു. അവൻ എന്തായാലും വരാതിരിക്കില്ല. പ്രതീക്ഷയോടെ കിടക്കവേ പതിയെ പതിയെ ഗീതയുടെ മിഴികൾ അടഞ്ഞു. അമ്മേ, ഇതെവിടാ മുൻവശത്തെ ഡോറും തുറന്നിട്ട് ഉറക്കമായോ? പെട്ടെന്നുള്ള ആ ഉച്ച കേട്ട് ഞെട്ടി ഉണർന്നു അവർ. ഒരു നിമിഷം ഉറക്കച്ചടവിലിരുന്ന അവരുടെ മിഴികൾ പെട്ടെന്ന് വിടർന്നു. മോൻ വന്നോ? ജിതിനെ, അമ്മ ഇവിടുണ്ട് മോനെ. ക്ഷീണം മൂലം ഇച്ചിരി ഉറങ്ങിപ്പോയി. ബെഡിൽ നിന്നും വെപ്രാളത്തിൽ ചാടി എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്കെത്തി ഗീത. പക്ഷേ തുറന്നു കിടന്നിരുന്ന മുൻവാതിലിനരികിൽ ആരുമില്ലായിരുന്നു. മോനെ ജിതിനെ, നീ എവിടെ പോയടാ? അകത്തെ മുറിയിലേക്ക് നോക്കി 1-2 വട്ടം വിളിച്ചുവെങ്കിലും അനക്കമൊന്നുമില്ലായിരുന്നു. അതോടെ അവർ മനസ്സിലാക്കി ഉറക്കത്തിൽ താൻ കണ്ട സ്വപ്നമായിരുന്നു അത് എന്നത്. സമയം ഉച്ച കഴിഞ്ഞ് 2 മണിയായിരുന്നു. അപ്പോൾ ഇത്തവണ ഓണത്തിനും അവൻ വന്നില്ല. നിരാശയോടെ അവർ പതിയെ സെറ്റിയിലേക്കിരുന്നു. എന്ത് സന്തുഷ്ടമായ കുടുംബമായിരുന്നു ഇത്. ഓർമ്മകൾ ഗീതയുടെ മിഴികളിൽ നീരുറവകൾ തെളിച്ചു. ഗീത മാധവൻ ദമ്പതികൾക്ക് 2 മക്കളാണ്. മൂത്തവൾ രേഷ്മ, രണ്ടാമത്തെ മകൻ ജിതിൻ. സർക്കാർ ജോലിയായിരുന്ന മാധവൻ എല്ലാ സുഖ സൗകര്യങ്ങളും നൽകി തന്നെയാണ് തൻ്റെ കുടുംബത്തെ പോറ്റിയത്. ഗീതയ്ക്ക് മക്കളിൽ ഏറെ പ്രിയം മകനായ ജിതിനോടായിരുന്നു. നീ നാളെ കെട്ടിക്കെട്ടിയതിനൊപ്പം പോകും. പിന്നെ വയസ്സാം കാലത്ത് ഞങ്ങൾക്കിതേ ഇവ മാത്രമേ കാണൂ. പരിഭവം പറഞ്ഞിരുന്ന രേഷ്മയോട് എപ്പോഴും ഗീത പറയുന്ന മറുപടി അതായിരുന്നു. ഒടുവിൽ എവിടെയോ പിഴച്ചു. എവിടെയോ എന്നല്ല, കൃത്യമായി പറഞ്ഞാൽ ജിതിൻ്റെ വിവാഹം കഴിഞ്ഞ ശേഷം മുതൽ മരുമകൾ വീടിൻ്റെ വിളക്കാകും എന്ന് കരുതിയിരുന്ന അവർക്ക് തെറ്റി. ചെറിയ ചെറിയ പരിഭവങ്ങളും പിണക്കങ്ങളും ഒക്കെ ഗീത കണ്ടില്ലെന്ന് നടിച്ചു. അതിനിടയിൽ പെട്ടെന്നുണ്ടായ ഹാർട്ട് അറ്റാക്ക് മാധവൻ്റെ ജീവൻ കവർന്നപ്പോൾ ആകെ തകർന്നു പോയി അവർ. ഒറ്റയ്ക്കായി പോയെന്ന തോന്നലിനെ മറികടക്കുവാൻ ഗീതയെ സഹായിച്ചത് ജിതിൻ്റെ സാമീപ്യമായിരുന്നു. എന്നാൽ ഭാര്യ ചിത്രയുടെ വാക്കുകൾ കേട്ട് പതിയെ പതിയെ ജിതിനും അവരിൽ നിന്നും അകന്നു തുടങ്ങിയിരുന്നു. ആ ദിവസം, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായ ആ ദിവസം ഗീത ഒരിക്കലും മറക്കില്ല. അമ്മ ഒന്നും പറയണ്ട, എനിക്ക് വേറെ വീട് വെക്കണം, ഇവിടെ പറ്റില്ല. ജിതിൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. മോനെ, എന്താ നീ പറയുന്നേ? ഈ വീട് നിനക്കുള്ളതല്ലേ? അച്ഛൻ മരിക്കുന്നതിന് മുന്നേയും ഇതല്ലേ നിന്നോട് പറഞ്ഞത്? എന്നിട്ട് പെട്ടെന്നിപ്പോൾ ഇത് വിറ്റ് ഓഹരി വേണമെന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ ഉറങ്ങുന്നത് ഇവിടെ തന്നെയല്ലേ? ഇതെങ്ങനെ വിൽക്കാനൊന്നും പറ്റില്ലടാ. ഗീതയുടെ വാക്കുകൾക്ക് അപേക്ഷയുടെ സ്വരമായിരുന്നു. എനിക്ക് പറ്റില്ല ഈ പട്ടിക്കാട്ടിൽ. ജിതിനേട്ടാ, ഒന്നുകിൽ സിറ്റിയിൽ എവിടെയെങ്കിലും വേറൊരു വീട് വെക്കണം, അല്ലെങ്കിൽ എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയേക്ക്. ഇനിയുള്ള കാലം ഞാൻ അവിടെ നിന്നോളാം. ഏട്ടൻ എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ അവിടേക്ക് വന്നാൽ മതി. ചിത്ര ഇടയ്ക്ക് കയറിയതോടെ ഒന്നയഞ്ഞു വന്ന ജിതിൻ വീണ്ടും വാശിയിലായി. അമ്മ, എന്തായാലും എനിക്കിവിടെ പറ്റില്ല, എനിക്കെൻ്റെ ഷെയർ വേണം. അവൻ വീണ്ടും കടുംപിടുത്തം ആരംഭിച്ചു. തീരുമാനമാകാത്ത ആ ചർച്ചയാണ് ജിതിനും ഗീതയും തമ്മിലുള്ള അകലം കൂടുവാൻ കാരണമായത്. പിന്നെ ചിത്രയുടെ വക പൊടിക്കൈകൾ കൂടിയതോടെ ആ അകലം വല്ലാണ്ടങ്ങ് കൂടി. ഒടുവിൽ അവർ വീട് വിട്ട് ചിത്രയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ പിന്നാലെ ചെന്നു പലവട്ടം വിളിച്ചു നോക്കി ഗീത. പക്ഷെ ഫലമുണ്ടായില്ല. പൊന്നുപോലെ നോക്കി വളർത്തിയ തന്നെ നിഷ്പ്രയാസം വിട്ടകന്ന് പോകുവാൻ ജിതിന് എങ്ങനെ കഴിഞ്ഞു എന്നത് എത്ര വട്ടം ചിന്തിച്ചിട്ടും മനസ്സിലായിട്ടില്ല അവർക്ക്. അതിനിടയിൽ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പോയ രേഷ്മയും ജിതിന് ശത്രുവായി. മാധവൻ്റെ ഓർമ്മ ദിവസവും ജിതിൻ എത്തിയില്ല. ഈ തിരുവോണ ദിവസമെങ്കിലും എല്ലാം മറന്ന് അവൻ വരുമെന്ന് ഏറെ പ്രതീക്ഷിച്ചു ഗീത. നിരാശയോടെ സെറ്റിയിലേക്ക് തലചായ്ക്കുമ്പോൾ പുറത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ജിതിൻ വീണ്ടും പ്രതീക്ഷയോടെ ചാടി എഴുന്നേൽക്കവേ അവർ കണ്ടു കാറിൽ നിന്നും ഇറങ്ങുന്ന രേഷ്മയെ. അമ്മമ്മേ. പുറത്തേക്കിറങ്ങുമ്പോൾ സന്തോഷത്തോടെ ഓടി വന്ന പേരക്കുട്ടികളെ തന്നോട് ചേർത്ത് പുണർന്നു അവർ. മക്കളെ നേരത്തെ ഇങ്ങെത്തിയോ?
ഒറ്റപ്പെടൽ അവസാനിച്ചതിൽ വല്ലാത്ത സന്തോഷം തോന്നി ഗീതയ്ക്ക്. പണ്ടും മോന് കൊടുത്ത സ്നേഹത്തിൻ്റെ ബാക്കിയല്ലേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ ഓണമായിട്ടെങ്കിലും ഉള്ള സ്നേഹം മുന്നേ കിട്ടണമെന്ന് തോന്നി. അതാ നേരത്തെ വന്നേ. അല്പം നീരസത്തോടെയാണ് രേഷ്മ നടന്നെടുത്തത്. എന്താ മോളെ, ഇത് നല്ലൊരു ദിവസമായിട്ടും നീ എന്നോട് വഴക്കിന് നിൽക്കുവാണോ? ആ ചോദ്യം കേട്ട് പുഞ്ചിരിച്ചു രേഷ്മ. എവിടെ അമ്മയുടെ മോനെവിടെ? അത് നേരത്തെ വന്നു പോയോ? അല്പം പുച്ഛത്തോടെയാണ് രേഷ്മ അത് ചോദിച്ചത്. ആ ചോദ്യത്തിന് മുന്നിൽ ഗീത മുഖം കുനിക്കവേ പതിയെ അവരുടെ അരികിലേക്ക് ചെന്നു അവൾ. അമ്മയെ വിഷമിപ്പിക്കാൻ ചോദിച്ചതല്ല. പണ്ടൊക്കെ എപ്പോഴും എന്നോട് പറയുമായിരുന്നല്ലോ, നീ കെട്ടിയവൻ്റെ കൂടെ പോകും, അവൻ മാത്രമേ ഞങ്ങൾക്ക് കാണുള്ളൂ എന്ന്. അത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ടെന്നൊക്കെ. എന്നിട്ടിപ്പോൾ എന്തായി? കെട്ടിപ്പോയവളല്ലേ ഉള്ളൂ ഇപ്പോഴും അമ്മയ്ക്കൊപ്പം. ഇനിയെങ്കിലും അമ്മ അത് മനസ്സിലാക്ക്. ആ കേട്ട വാക്കുകൾ അംഗീകരിച്ചു ഗീത. ശരിയാണ് മോളെ, അമ്മ പലതും കരുതി വെച്ചിരുന്നോ മനസ്സിൽ. ഒക്കെയും തെറ്റായിരുന്നു എന്നത് ഇപ്പം മനസ്സിലാക്കുന്നു. എന്നെ തിരക്കി വരാൻ നിനക്കേലും മനസ്സുണ്ടായല്ലോ. ഒരുപാട് നന്ദി മോളെ. പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഗീതയുടെ മിഴികൾ തുളുമ്പി. അത് കണ്ടിട്ട് രേഷ്മയും വിഷമത്തിലായി. അമ്മേ, കരയല്ലേ. സോറി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ആരില്ലേലും ഞാനുണ്ടാകും അമ്മയ്ക്കൊപ്പം. നമുക്ക് നമ്മൾ മതിയമ്മേ. ഗീതയെ തന്നോട് ചേർത്ത് പിടിച്ച് ആ മിഴികൾ തുടച്ചു രേഷ്മ. അമ്മമ്മേ വന്നേ, ഞങ്ങൾക്ക് വിശക്കുന്നു, സദ്യതാ. മക്കളുടെ ചോദ്യം കേട്ട് സംശയത്തോടെ രേഷ്മയെ നോക്കി ഗീത. അത് കണ്ട് പുഞ്ചിരിച്ചു അവൾ. വളരെ കുറച്ച് കറികളൊക്കെ ചേർത്ത് ചടങ്ങിനൊരു സദ്യ ഉണ്ടാക്കി. വളരെ കുറച്ച് മാത്രം കഴിച്ചു. ഏട്ടൻ നാട്ടിലില്ലല്ലോ, പിന്നെ ഞാനും മക്കളും അല്ലേ ഉള്ളൂ. മാത്രമല്ല അമ്മ ഇവിടെ സദ്യ ഒരുക്കി കഴിക്കാതെ കാത്തിരിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അമ്മയുടെ കൈപുണ്യം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ആസ്വദിക്കാം. ആ വാക്കുകൾ കേട്ട് സന്തോഷത്താൽ ഗീതയുടെ മിഴികൾ വിടർന്നു. നിറമിഴികളോടെ തന്നെ അവർ രേഷ്മയെ പുണർന്നു. വാ മോളെ, വാ മക്കളെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഏറെ സന്തോഷത്തോടെ അവർ വീടിനുള്ളിലേക്ക് കയറി. അതുവരെ ഉണ്ടായിരുന്ന വേദനയും വിഷമവും എല്ലാം ഒരു നിമിഷം കൊണ്ട് മറന്നു ഗീത. തന്നെ വേണ്ടാത്തവരെ തനിക്കും വേണ്ട, അത്ര തന്നെ മനസ്സിലുറപ്പിച്ചുകൊണ്ട് അവർ മോളോടും പേരക്കുട്ടികളോടുമൊപ്പം സന്തോഷത്തോടെ തിരുവോണ സദ്യ കഴിച്ചു. ഈ നടക്കുന്നതൊന്നും ജിതിൻ്റെ മനസ്സിലില്ലായിരുന്നു. ഭാര്യാഗൃഹത്തിൽ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം അവനും ഓണസദ്യ ആസ്വദിച്ചു. എപ്പോഴോ അമ്മയെപ്പറ്റി ഒന്ന് ഓർത്തെങ്കിലും മനസ്സിലെ വാശി ആ ഓർമ്മകൾക്ക് മുകളിലേക്ക് കയറവേ എല്ലാം മറന്നു അവൻ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.